നാരായണ നാരായണ. ഓം ശ്രീമന്നാരായണീയം 22ാമത്തെ ദശകം ഷഷ്ഠസ്കന്ധം തുടങ്ങണു. അജാമിളോപാഖ്യാനം ഒരു ദശകം കൊണ്ട് പറയണം. ഓം അജാമിളോ നാമ മഹേശ്വര പുരാചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമീ ഗുരോർഗിരാ കാനനമേത്യ ദൃഷ്ടവാൻ സുധൃഷ്ടശീലാം കുലടാം മദാകുലാം. അല്ലയോ വിഭോ, മേൽപ്പത്തൂര് ശ്രീകൃഷ്ണനോട് പറയാണ്, ഭഗവാനെ, പണ്ട് ഗൃഹാശ്രമി, ഗൃഹസ്ഥാശ്രമം നയിക്കുന്ന വെച്ചാൽ വിവാഹങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് സാരം. ധർമ്മപഥാൻ, കുലധർമ്മത്തെ ആചരിക്കുന്നു. അങ്ങനത്തെ ബ്രാഹ്മണനായിട്ടുള്ള അദ്ദേഹം ചരൻ, ധർമ്മപഥാൻ ചരൻ, ധർമ്മ നിയമങ്ങളെ മുഴുവൻ പാലിക്കുന്ന, വർണ്ണാശ്രമ ധർമ്മങ്ങളെ മുഴുവൻ പാലിക്കുന്നതായിട്ടുള്ള അജാമിളഹ നാമ മഹീസുരഹ, അജാമിളൻ എന്ന് പേര് ഉള്ള ഒരു ബ്രാഹ്മണൻ. അജാമിളൻ എന്നുള്ള പേരാവാം, അതല്ലെങ്കിൽ അജയാൽ മേളനം ചെയ്യുന്ന, അജയാ മിളനം യസ്യ സഹ അജാമിളഹ എന്നും ആവാം. അതായത് അജ എന്ന് വെച്ചാൽ മായ, മായയിൽ പെട്ടുപോയ ആള്, ജ്ഞാനം നഷ്ടപ്പെട്ടയാള്. അജാമ്യം ലാതി ഇതി അജാമിള, ജ്ഞാനചക്ഷുസ് നഷ്ടമാക്കി. അപ്പം എന്താ ചെയ്യുക? കുലീനം അല്ലാത്തതായിട്ടുള്ള ഒരു സ്ത്രീയുമായിട്ട് ബന്ധം വേണ്ടി വന്നു എന്ന് സാരം. അജാമിളഹ നാമ മഹീസുരഹ, ഒരു ബ്രാഹ്മണൻ. ഗുരോഹോ ഗിര, ഗുരു എന്നുള്ളത് അച്ഛനും ഗുരുവാണ്, മാഷും ഗുരുവാണ്. എന്നുവെച്ചാൽ പഠിപ്പിക്കുന്നയാളും ഗുരുവാണ്, അച്ഛനും ഗുരുവാണ്. അച്ഛൻ പഠിപ്പിച്ചില്ലെങ്കിലും ഗുരുവാണ്. അങ്ങനെ നിയമമുണ്ട്. മാതാപിതാ ഗുരു, മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ മാതാവും ദൈവമാണ്, പിതാവും ദൈവമാണ്, ഗുരുവും ദൈവമാണ് എന്ന് വ്യാഖ്യാനിക്കും. മാതാവും ഗുരുവാണ്, പിതാവും ഗുരുവാണ്, ഗുരുവും ഗുരുവാണ്. പിതാവിനേക്കാൾ ഗുരുത്വം കൂടും മാതാവിന്, ഗുരുവിനേക്കാൾ ഗുരുത്വം കൂടും പിതാവിന്. പക്ഷേ ആത്മജ്ഞാനം കൊടുക്കുന്നതായിട്ടുള്ള ഗുരു പിതാവിനേക്കാൾ മീതെയാണ് സ്ഥാനമെന്നും പറയപ്പെടുന്നു. അപ്പം ഇങ്ങനെയുള്ള ഗുരുസ്ഥാനം കൊണ്ട് പിതാവിൻ്റെ അവസ്ഥ ഗുരു എന്ന നിലയ്ക്ക് വരും. ആ ഗുരോഹോ ഗിര, പിതാവിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് കാനനം ഏത്യ, കാട്ടിലേക്ക് പ്രവേശിച്ചു. എന്തിന്? സുധൃഷ്ടശീലാം, അവിടെ കാട്ടിലേക്ക് പ്രവേശിച്ചത് ഈ ദർഭ, പൂവ്, മറ്റേ ചമത, വിറക് ഇങ്ങനെയുള്ളതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഹോമയാഗ പൂജാദികൾക്കുള്ള ദ്രവ്യങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കാട്ടിലേക്ക് പ്രവേശിച്ചത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സുസൃഷ്ടശീലാം, വശീകരിക്കാൻ സാമർഥ്യമുള്ളതായിട്ടുള്ള മദാകുലാം, മതം കൊണ്ട് ഇളകിയതായിട്ടുള്ള ഒരു കുലടാം, ഒരു കുലടയെ ദൃഷ്ടവാൻ കണ്ടു. കുലടാച്ചാൽ വേശ്യ, ഒന്നിലധികം പുരുഷന്മാരെ സ്വീകരിക്കുന്ന എന്ന് സാരം. ഇത്രയാണ്. അജാമിളോ നാമ മഹീശ്വര പുരാചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമി ഗുരോഹോ ഗിര കാനനം ഏത്യ ദൃഷ്ടവാൻ സുധൃഷ്ടശീലാം കുലടാം മദാകുലാം. അന്വയം: വിഭോ പുരാ ഗൃഹാശ്രമി ധർമ്മപഥാൻ ചരൻ അജാമിളഹ നാമ മഹീസുരഃ ഗുരോഹോ ഗിര കാനനം ഏത്യ സുധൃഷ്ടശീലാം മദാകുലാം കുലടാം ദൃഷ്ടവാൻ. ഗുരുവായൂരപ്പ, പണ്ട് ഞാൻ ജാമിളൻ്റെ കഥ പറയാൻ പോവാണ്. പണ്ട് ഗൃഹസ്ഥാശ്രമം നയിക്കുന്നതായിട്ടുള്ള ധർമ്മമാർഗത്തെ നന്നായിട്ട് ചെയ്യുന്നതായിട്ടുള്ള അജാമിളൻ എന്ന പേരായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട് വനത്തിൽ വന്നിട്ട് കുറച്ച് വശീകരിക്കാൻ സാമർഥ്യമുള്ളതായിട്ടുള്ള ഒരു സ്ത്രീയെ, കുലടയായിട്ടുള്ളൊരു സ്ത്രീയെ, അഹങ്കാരിയായിട്ടൊരു സ്ത്രീയെ, ദുർവൃത്തയായിട്ടുള്ളൊരു സ്ത്രീയെ കണ്ടു. ഇനി 2ാമത്തെ ശ്ലോകം. സ്വതപ്രശാന്തോപി തദാ ഹൃദാശയസ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരി ദശമീ ഭവൻ പുനർദധൗ ഭവൻ നാമയുതേ സുതേരതിം. സ്വതഃ പ്രശാന്തഃ അപി, സ്വാഭാവികമായി തന്നെ ശാന്തനാണ് ഈ ബ്രാഹ്മണൻ എങ്കിലും, എന്നുവെച്ചാൽ സ്വതസിദ്ധമായിട്ട് ശാന്തനാണ്. പക്ഷേ
പുനഃ തദാഹൃതാശയ. അതിനുശേഷം ഈ സ്ത്രീയാൽ കുറച്ചൊരു ആകർഷകമായിട്ടുള്ള ശരീര സൗന്ദര്യത്തെ കണ്ടപ്പോൾ, അതേപോലെ ചില ചേഷ്ടകളെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ചൊരു മോഹം തോന്നി, അതിൽ പെട്ടുപോയി. സ്വധർമ്മം ഉത്സൃജ്യ, അപ്പോൾ ഈ ബ്രാഹ്മണൻ്റേതായിട്ടുള്ള ധർമ്മത്തെയൊക്കെ ഉപേക്ഷിച്ചു. തയാ സമാരമൻ, ആ സ്ത്രീയോട് കൂടിയിട്ട് പിന്നീട് രമിക്കുവാൻ തുടങ്ങി. അധർമ്മകാരിയായിട്ട് മാറുകയും ചെയ്തു. ദശമി, പിന്നെയോ ഇതിൻ്റെ ഒടുക്കത്തെ വാർദ്ധക്യ അവസ്ഥയിൽ എത്തിച്ചേർന്നു. ദശമീ ഭവൻ, വാർദ്ധക്യം ബാധിച്ച സമയത്ത് ഭവൻ നാമയുതേ സുതേ രതിം ദധൗ. അങ്ങനെ ആ സമയത്ത് ഉണ്ടായതായിട്ടുള്ള 80 വയസ്സിലൊക്കെയാണ് ഒരു ഉണ്ണി ഉണ്ടായത്. അപ്പോൾ ആ ഉണ്ണി ഉണ്ടായ സമയത്ത് ഭവൻ നാമയുതേ, അങ്ങനെയുള്ള ആ ഉണ്ണിക്ക് നാരായണൻ എന്ന് പേരിട്ടതാണ്. ഭവൻ നാമയുതേ, ഭഗവാന്റെ നാമമുള്ള സുതേ, ആ പുത്രനിൽ ഒടുക്കത്തെ പുത്രനായതുകൊണ്ട് രതിം ദധൗ, വളരെയധികം ഇഷ്ടത്തോടുകൂടി സ്നേഹത്തോടു കൂടിയിട്ട് തൻ്റെ തന്നെയാണ് എന്നുള്ളൊരു സ്വാർത്ഥ ബുദ്ധിയോട് കൂടിയിട്ട്, അവിടെ സ്വാർത്ഥം എന്നുള്ള രജോ ഗുണമാണെന്ന് പറയാൻ പറ്റില്ല, അവിടെ സ്വാർത്ഥം എതിർച്ചയാ വന്നതാ. അപ്പോൾ ചില രംഗങ്ങളിൽ ഈ സത്വരജ സമോ ഗുണങ്ങൾ ഗുണപരമായിട്ട് വരുന്നർത്ഥം അതുണ്ട്. സ്വതഃ പ്രശാന്തോപി തദാഹൃതാശയ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരി ദശമീ ഭവൻ പുനർദധൗ ഭവൻ നാമയുതേ സുതേ രതിം. അന്വയം: സുതഃ പ്രശാന്തഃ അപി പുനഃ തദാഹൃതാശയഃ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരി ദശമീ ഭവൻ നാമയുതേ സുതേ രതിം ദധൗ. പദച്ഛേദം: സ്വതഃ പ്രശാന്തഃ അപി തദാ ആഹൃതാശയ സ്വധർമ്മം ഉത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരി ദശമി ഭവൻ പുനഃ ദധൗ ഭവത് നാമയുതേ സുതേ രതിം. സ്വതഃപ്രശാന്തോപി തദാഹൃതാശയ സ്വധർമ്മം ഉത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരി ദശമീ ഭവൻ പുനർദധൗ ഭവൻ നാമയുതേ സുതേ രതിം. അതോടെ ഭഗവാനാൽ കുറച്ചൊരു വിധി നിയമങ്ങൾ എല്ലാവർക്കും സംഭവിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ഇവിടെ സ്വാഭാവികമായിട്ടൊന്ന് ശാന്തനായിട്ട് സ്വധർമ്മത്തെ ആചരിക്കുന്നതായിട്ടുള്ള ആ ബ്രാഹ്മണൻ ഈ വേശ്യയായിട്ടുള്ള സ്ത്രീയുമായി ആകർഷിച്ചു, സ്വന്തം ധർമ്മത്തെയൊക്കെ ഉപേക്ഷിച്ചു, ബ്രാഹ്മണവൃത്തി വിട്ടു, ഈ സ്ത്രീയുമായിട്ട് രമിച്ചു. കാലം കഴിഞ്ഞുപോയി, വയസ്സനായി കഴിഞ്ഞപ്പോഴോ ആ സമയത്തും ഒരു ഉണ്ണി ഉണ്ടായി. അപ്പോൾ ആ ഉണ്ണിക്ക് ഭഗവാന്റെ നാമമാണ് ഇട്ടത്. പേരിട്ടപ്പോൾ നാരായണൻ നന്നായി. അതുകൊണ്ട് ഭഗവാന്റെ നാമം അറിയാതെ കണ്ട് ഉണ്ണിയെ വിളിക്കുകയാണെച്ചാലും അത് വിളിച്ചുകൊണ്ടിരുന്നു. ആ പുത്രനോട് കുറച്ച് അധികമായിട്ടുള്ള സ്നേഹവും ഒരു ചെറിയ താല്പര്യവും അതിയായിട്ടുള്ള ഒരു സന്തോഷം അതുണ്ടായി. അപ്പോൾ വാർദ്ധക്യം ബാധിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും നാരായണൻ എന്നുള്ള നാമം ആ ഉണ്ണിക്ക് പേരിട്ടത് കൊണ്ട് ആ ഉണ്ണിയിൽ കുറച്ചധികം ഒടുക്കത്തെ ഉണ്ണി എന്നൊക്കെ താല്പര്യവും പിന്നെ ഭഗവാന്റെ ഇച്ഛയും കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ അതൊരു വലിയ പുണ്യമായിട്ട് തപസ്സായിട്ട് മാറി. 4-5 കൊല്ലം ഉണ്ടായിട്ടുള്ളൂ. എന്നാലും ശരി. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാൻ സ്ത്രീൻ അഭിലക്ഷയൻ ഭിയാ പുരാമനാക്ത്വത് സ്മൃതിവാസനാബലാത് ജുഹാവ നാരായണ നാമകം സുതം. അപ്പോൾ ആ ഉണ്ണിക്ക് പേരിടാനും ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് കഥകൾ പിന്നിലുണ്ട്. ഭാഗവതത്തിലുള്ളതും ഭാഗവതത്തിലില്ലാത്തതും ഒക്കെ ആയിട്ട്. അജാമിളൻ എന്ന ബ്രാഹ്മണൻ മുന്നേ ബ്രാഹ്മണനായിരുന്നു എന്നും തൻ്റെ ഈ വേശ്യയായിട്ടുള്ള ഇപ്പോൾ വന്നിട്ടുള്ള ഈ സ്ത്രീയുമായിട്ട് അന്ന് പത്നിപദത്തിൽ ഭാര്യ ഭർത്താവ് എന്ന നിലയ്ക്ക് പതി പത്നിയായിട്ടാണ് ജീവിച്ചേരുന്നത് എന്നും ആ സ്ത്രീയിൽ എന്തോ ചെറിയ ഒരു തെറ്റ് സംഭവിച്ചോ ചോദിച്ചാൽ വെച്ചാൽ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ കൊണ്ടാണ്. അപ്പം അതിന് ഈ അജാമിളൻ പത്നിയോട് കുറച്ച് ചുണ്ടിയെടുത്തു. അത് 2 തോണിയിലും കാലിടലാണ് എന്ന് ഒരു തോന്നൽ വന്നുകൊണ്ട് ഇത്
വേശ്യാവൃത്തിയാണ്, അതുകൊണ്ട് നീ വേശ്യയായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞു എന്നാ. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, എൻ്റെ മനസ്സിൽ ലവലേശം ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ബ്രാഹ്മണനായിട്ടുള്ള അങ്ങ് ഇപ്പോൾ പറഞ്ഞത്. എൻ്റെ ഭർത്താവ് എന്ന് എനിക്ക് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഞാൻ പതിവ്രതയാണ്. അപ്പോൾ ഞാൻ പതിവ്രതയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ അങ്ങിപ്പോൾ പറഞ്ഞ് ഞാൻ വേശ്യാവുന്ന, എന്നാൽ ആ വേശ്യ ആയ എനിക്ക് അങ്ങ് അന്നും ഭർത്താവായിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വേശ്യയാവട്ടെ എന്നുള്ള ശാപം ഫലിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീയെ ആദ്യം വേശ്യയാക്കി. പിന്നെ ഈ പതിവ്രതയുടെ വാക്ക് സത്യമാവാൻ വേണ്ടിയിട്ട് കുലീന ബ്രാഹ്മണനായിട്ടുള്ള ഈ ബ്രാഹ്മണനെ വേശ്യയുടെ അടുത്തേക്ക് എത്തിച്ചു. അങ്ങനെ അതേ സ്ത്രീ തന്നെ വേശ്യയായിട്ട് മാറി. ആ വേശ്യയിൽ ഈ ഭർത്താവ് വീണ്ടും അനുരക്തനായി വിവാഹം കഴിച്ചു. ഇനി മറ്റൊരു കഥാസന്ദർഭം. ഇങ്ങനെ വേശ്യയുമായിട്ട് അനവധി കാലം ജീവിച്ചു. കാലം പോയത് അറിഞ്ഞില്ല, വയസ്സായി. അങ്ങനെ 80 വയസ്സായിട്ടുള്ള സമയത്തും ഈ അജാമിളന് ഉണ്ണിയുണ്ടായി. കുറേ കുട്ടികളുണ്ടായിരുന്നു, എത്രയാണെന്നുള്ള കണക്ക് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ഉണ്ണി ഉണ്ടായ സമയത്ത് ഒരു ദിവസം വളരെ യാദൃശികമായിട്ട് ഇദ്ദേഹം പുറത്തു പോയ സമയത്ത് മഹാഋഷിമാർ 4-5 ആൾക്കാർ വന്നു. 7 ആളാവാം 4 ആളാവാം, അതൊന്നും വിഷയമില്ല, വന്നു. മഹാഋഷികളാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൻ്റെ അടുത്ത സമീപത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ വഴി ചോദിക്കാൻ എന്ന നിലയ്ക്ക് ഈ വഴിവക്കിൽ ഇരിക്കുന്നതായിട്ടുള്ള ചില കൂളന്മാരോട് എന്ന് പറയട്ടെ, അതായത് യുവാക്കൾ അവിടെ ഇങ്ങനെ പല താപ്പ് നോക്കിയും ഇരിക്കുന്നതായിട്ടുള്ള ചില ഒരു പണിയും തുറവില്ലാത്തവർ വഴിവക്കിൽ ഇരിക്കുമല്ലോ, അങ്ങനെ ഇരിക്കുന്നവരോട് ചോദിച്ചു, ഇവിടെ ധർമ്മം കിട്ടാൻ എവിടെയാ നല്ല വീടുള്ളത് ചോദിച്ചു. അപ്പോൾ ഇവരുടെ ഈ വേഷവും സന്യാസിയും ആ ഭാവം കൂടി കണ്ടപ്പോൾ ഇവരെ കളിയാക്കാൻ വേണ്ടിയിട്ട് ആ കൂളന്മാർ പറഞ്ഞു, അത് ആ ഗൃഹത്തിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അത് കരുതി കൂട്ടിയിട്ടൊരു ദ്രോഹബുദ്ധിയോട് കൂടിയിട്ട് ചെയ്തതാ. വേശ്യയുടെ അവിടുന്ന് ധനം വാങ്ങാറില്ല ഈ മഹാബ്രാഹ്മണർ, സന്യാസിമാർ. അവർ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത് എന്നുള്ളത് വേറെ വിഷയം. ഏതായാലും അവിടെ ചെന്ന് പടിപ്പുരയ്ക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ സന്യാസി വേഷം കണ്ടു ഈ സ്ത്രീ. അജാമിളിന് അവിടെ ഇല്ല. അപ്പോൾ ആ ബ്രാഹ്മണ പത്നി പറഞ്ഞു, അവിടെ വേശ്യയാണ്. ആ വേശ്യ ഈ ബ്രാഹ്മണ സന്യാസിമാരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് കടക്കണ്ട, അപ്പോൾ ഞങ്ങൾക്ക് ഭിക്ഷ വേണമെന്ന് പറഞ്ഞു. എനിക്ക് ഭിക്ഷ തരാൻ നിവൃത്തിയില്ല, ഞാൻ അത്ര നല്ലവളല്ല, അതുകൊണ്ട് നല്ല ആളുകൾക്ക് ഭിക്ഷ തരാൻ ഞാൻ അത്ര ശുദ്ധമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് സാരമില്ല, ഇപ്പോൾ മനസ്സ് ശുദ്ധമായിരുന്നു, ഞങ്ങൾക്ക് തന്നോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മേടിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ്, വന്നോളൂ എന്ന് പറഞ്ഞു. വന്നു, അകത്തേക്ക് കടന്നു, സ്വീകരിച്ചു. പൂജ എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ എനിക്കൊരു കണക്കുണ്ട്, ആ കണക്കിനനുസരിച്ചൊക്കെ ചെയ്തു. ഫലം തൊട്ടുള്ള കാര്യങ്ങൾ, അതായത് അശുദ്ധമാവാത്ത പദാർത്ഥങ്ങളെ മാത്രം കൊടുത്തു, അത് സ്വീകരിച്ചു. ഫലസ്വീകരണം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അനുഗ്രഹിക്കുക എന്നുള്ള ചടങ്ങുണ്ട്. അപ്പോൾ എന്താ വേണ്ടത് എന്നുള്ളത് ചോദിക്കുകയും ആവശ്യത്തെ പറയുകയൊക്കെ വേണം. അപ്പോൾ ഈ സ്ത്രീ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ തന്നതിപ്പോൾ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു, കടപ്പാടുണ്ട്. എനിക്കിപ്പോൾ ഒരു ഉണ്ണി ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ല, ആ ഉണ്ണിക്ക് നാമകരണം കഴിഞ്ഞിട്ടില്ല. നല്ലവരായിട്ടുള്ള നിങ്ങൾ ഈ ഉണ്ണിക്ക് നാമകരണം ചെയ്തു തന്നാൽ വലിയ സന്തോഷം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനാണ് അവരോട് ചെന്നത്. അതവർക്കത്, ആ സ്ത്രീക്ക് അതറിയില്ലല്ലോ. ശരി എന്ന് പറഞ്ഞു. ഉണ്ണിയെ തരൂ, ഉണ്ണിയെ കൊടുത്തു. വിരോധമില്ലല്ലോ എന്ന് ചോദിച്ചിട്ടാണ്, വേശ്യയുടെ മകനാണല്ലോ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എടുത്തു. ആ ഉണ്ണിക്ക് നാരായണൻ എന്ന നാമം പേരിട്ടു. അജാമിളം വന്നാൽ പറഞ്ഞോളൂ കേട്ടോ എന്നും പറഞ്ഞു. അവർ പോവുകയും ചെയ്തു. അജാമിളം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷമായി. ആ ഉണ്ണിക്ക് എന്തൊക്കെയോ ചില താല്പര്യങ്ങളുണ്ടല്ലോ, പ്രത്യേകതകളുണ്ടല്ലോ, ഈശ്വരഭാവം ഉണ്ടല്ലോ എന്നൊക്കെ കണക്കാക്കി ഒടുക്കത്തെ ഉണ്ണിയാണ്. സ്ഥിരമായിട്ട് നാരായണ എന്ന് ജപിച്ചുകൊണ്ട് പിന്നാലെ നടക്കും. കുളിപ്പിക്കുക, ഊണ് കഴിപ്പിക്കുക, കൂടെ കളിക്കുക. ആ ഉണ്ണിക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ സാധാരണ അമ്മയാണ് പതിവ്. പക്ഷേ ഈ ഒടുക്കത്തെ ഉണ്ണിക്ക് സകല ശുശ്രൂഷകളും ചെയ്തത് അജാമിളനാണ്. അതൊരു തപസ്സായിട്ട് മാറി. 5 വയസ്സ് വരെയുള്ള ഉണ്ണികളെ ഈശ്വരനാണ്.
അപ്പോൾ ആ ഈശ്വരോപാസനയായിട്ട് മാറി ഈ കുട്ടിയെ നോക്കൽ. പേര് നാരായണൻ ആയതുകൊണ്ട് നാമം ജപിക്കൽ ധാരാളം തരായി. അപ്പം അങ്ങനെ സമൃത്യുകാലേ യമരാജ കിങ്കരാൻ. ഇപ്പം ഈ സമയത്താണ് മൃത്യുകാലം വന്നത്. ആ മൃത്യുകാലം വന്നപ്പോൾ ഭയങ്കരാൻ സ്ത്രീൻ അഭിലക്ഷയൻ ഭിയ പുരാ മനാത്വ സ്മൃതി വാസനാബലാ ജുഹാവ നാരായണ നാമകം സുതം. ഇപ്പോൾ സ്മൃതി ഉണ്ടായി നാരായണൻ്റെ നാമം ജപിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷെ അതല്ല, അത് പൂർവജന്മകൃത പുണ്യമാണ്. അന്വയം നോക്കാം. സഹ മൃത്യുകാലേ, ആ അജാമിളൻ ഇതേപോലെ വയസ്സായിട്ട് മരിക്കാനുള്ള സമയമായി. ഭയങ്കരാൻ ത്രീൻ, ആ അതിഭയങ്കരന്മാരായിട്ടുള്ള 3 യമരാജകിങ്കരന്മാർ വന്നു അജാമിളനെ കൊണ്ടുപോകാൻ. കാരണം മഹാപാപാണ്. ചെയ്ത പാപങ്ങൾ ഈ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ചെയ്തത് കക്കുക, കവർച്ച, ഹിംസ, ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതായിട്ട് എല്ലാ പാപങ്ങളും സമ്പാദ്യത്തിന് വേണ്ടി ചെയ്തു. ധൂർത്തടിക്കാൻ വേണ്ടിയിട്ട് മദ്യം കഴിക്കുക തുടങ്ങിയിട്ടുള്ള വേശ്യാസംഘം, മദ്യം കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മാക്സിമാണ്. ഷീട്ട് കളി എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ ഉണ്ട്. ചൂതുകളി ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാൻ പാടില്ലാതൊക്കെ ചെയ്തു. ഇത് മഹാപാപം മഹാനരകത്തിലേക്ക് കൊണ്ട് അനവധി കാലം നരകത്തിൽ കിടന്നാൽ ഇതൊക്കെ തീരുള്ളൂ. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ യമരാജ കിങ്കരന്മാർ 3 പേര് വന്നിട്ട് ഈ ജീവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അജാമിളിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നു. അഭിലക്ഷയൻ നോക്കുമ്പോൾ നേരിട്ട് മുഖാമുഖം അജാമിളൻ കണ്ടു. 3 പേരെ കണ്ടപ്പോൾ തന്നെ പേടിയായി. ഭിയ, വളരെയധികം ഭയപ്പെട്ടുകൊണ്ട്, പുരാ, പണ്ട്, ത്വത് സ്മൃതിവാസനാബലാത്, അങ്ങയുടെ സ്മരണം കൊണ്ട്, അതൊരു പൂർവജന്മകൃത കർമ്മബാക്കി അതിൻ്റെ വാസന കൊണ്ട്, മനാഗ്, അതുകൊണ്ട് മാത്രം നാരായണ നാമകം സുതം ജുഹാവ, നാരായണൻ എന്ന പേരുള്ള ആ പുത്രനെ വിളിച്ചു നാരായണ എന്ന്. അതായത് അജാമിളൻ കണ്ടത് അതിഭീകരന്മാരായിട്ടുള്ള 3 യമകിങ്കരന്മാരെ. നാരായണൻ പുറത്ത് കളിക്കുകയാണ്. അപ്പോൾ നാരായണന് ഈ യമകിങ്കരന്മാരെ കണ്ടാൽ പേടിയാവില്ലേ എന്നാണ് വിചാരിച്ചത്. യമകിങ്കരന്മാരെ നാരായണന് കാണാൻ സാധിക്കില്ല. കാരണം ആ ഉണ്ണി ചെറിയ ഉണ്ണിയാണ്, മരിക്കാറായിട്ടില്ല. ഇത് യമകിങ്കരന്മാരാണ്. അപ്പോൾ അത് മരിക്കാറായാലേ കാണുള്ളൂ. അജാമിളിന് കാണും, ഉണ്ണിക്ക് കാണില്ല. പക്ഷെ അത് അജാമിളിന് അറിയില്ല. ഉണ്ണി പേടിക്കണ്ട, അങ്ങോട്ട് പോരൂ എന്നാണ്. ഇവിടെ തൻ്റെ രക്ഷ തന്നെ തനിക്ക് ചെയ്യാൻ പറ്റില്ല. എന്നിട്ടാണ് ആ ഉണ്ണിയെ വിളിക്കുന്നത്. ആ ഉണ്ണി ഇവിടെ വന്നാൽ ഉണ്ണിയും കഷ്ടത്തിലാവേ ഉള്ളൂ. പക്ഷേ ഉണ്ണിയെ വിളിച്ചു, നാരായണ എന്ന് വിളിച്ചു. അത് ത്വത് സ്മൃതിവാസനാബലാത് ആണ് എന്ന് സാരം. അതല്ലാതെ കൊണ്ട് വേറെ യാതൊന്നുമില്ല. മനാഖ്, അതുകൊണ്ട് മാത്രമാണ് ജുഹാവ, നാരായണ എന്ന് ജുഹാവ വിളിച്ചു. സമൃത്യുകാലേ യമരാജ കിങ്കരാൻ ഭയങ്കരാൻ സ്ത്രീൻ, അവിടെ സ്ത്രീ എന്നാക്കാണ്. ഭയങ്കരാൻ അവിടെ മുറുക്കം എൻ കാരായിട്ട് മാറും. മകാരത്തിന് പകരം എൻ കാരായിട്ട് മാറും. ഭയങ്കരാൻ ത്രീൻ, അവിടെ സകാരം പൂ, ത്രീ. അഭിലക്ഷയൻ, ത്രീൻ അഭിലക്ഷയൻ, നേരിട്ട് മുഖാമുഖം കണ്ടുവെന്ന. അപ്പോൾ ഭിയ, പേടി വന്നു. പുരാ മനാക്ക്, ഈ ഒരൊറ്റ കാരണം കൊണ്ട്. ത്വത് സ്മൃതിവാസനാബലാത്, ഭഗവാനെ സ്മരിക്കുക എന്നതുകൊണ്ട് സ്മരണയിൽ വന്നപ്പോൾ ജുഹാവ നാരായണ നാമകം. അപ്പോൾ നാരായണനെ വിളിച്ചു. പക്ഷേ സുതം ആണ്, മകനെയാണ് വിളിച്ചത് കൊണ്ട് കാര്യമില്ല. ഭഗവത് അനുഗ്രഹം ഉണ്ടെങ്കിൽ, ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ മൃത്യുകാലത്ത് ഭഗവാന്റെ പേര് വിളിക്കാൻ സാധിക്കുള്ളൂ. ഭഗവാനെ കണ്ടിട്ട് മരിക്കാൻ സാധിക്കുള്ളൂ. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇവിടെ മരണം ഇപ്പോൾ സംഭവിക്കില്ല. അപ്പോഴേക്കും വിഷ്ണുവാർഷിതന്മാർ വന്നിട്ട് യമകിങ്കരന്മാരിൽ നിന്ന് ഈ കയറുകൊണ്ടിങ്ങനെ കെട്ടിയിട്ടുള്ള അതൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ കെട്ടൊക്കെ മുറിച്ച് അവരെ വിട്ടു. പക്ഷേ യമകിങ്കരന്മാർ പോയിച്ചാലും വിഷ്ണുവാർഷിതന്മാരോട് സംസാരിക്കാനൊന്നും പറ്റിയില്ല. അവരും പോയി. പിന്നെ ശിഷ്ടകാലം വീണ്ടും ഗംഗാതീരത്ത് പോയിട്ട് അല്ലെങ്കിൽ സരസ്വതി തീരത്ത് പോയിട്ട് ഭജനയൊക്കെ ചെയ്ത് ഭഗവാങ്കൽ എത്തി എന്നതാണ്. സമൃത്യുകാലേ യമരാജ കിങ്കരാൻ ഭയങ്കരാൻ ത്രീൻ അഭിലക്ഷയൻ ഭിയ പുരാ മനാക്ത്വ സ്മൃതിവാസനാബലാജുഹാവ നാരായണ നാമകം സുതം. ഇനി 4ാമത്തെ ശ്ലോകം.
ദുരാശയസ്യാപി തദാത്വനിർഗതത്വദീയനാമാക്ഷരമാത്രവൈഭവാത് പുരോഭിപേതുർഭവദീയ പാർഷദാഃ ചതുർഭുജാ പീതപടാ മനോരമാ സർവത്ര. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ. നാരായണ 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 നാരായണ. തദാത്വനിർഗതത്വദീയ നാമാക്ഷരമാത്രവൈഭവാത്. തദാത്വനിർഗതത്വദീയ നാമാക്ഷരമാത്രവൈഭവാത്. തഥാ ആ സമയത്ത് അങ്ങയാൽ നിർഗത ഭഗവാനാൽ പറയപ്പെട്ടതായിട്ടുള്ള പുറപ്പെട്ട് വന്നതായിട്ടുള്ള ത്വദീയ നാമാക്ഷരം മാത്രം, ഭഗവാന്റെ നാമം ആയിട്ടുള്ള നാമങ്ങളിൽ അക്ഷരങ്ങൾ നാരായണ എന്നുള്ളത്. വൈഭവാത് ആ കാരണം കൊണ്ട്, അതിൻ്റെ മിടുക്ക് കൊണ്ട്, ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഒടുക്കം ഈ നാരായണ എന്ന നാമം ജപിക്കാൻ സാധിച്ചത്. ആ നാമത്തിന് 4 അക്ഷരങ്ങളാണ് ഉള്ളത്. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച്, ഭഗവാന്റെ വൈഭവത്തിനനുസരിച്ച് ഈ നാമം ഉച്ചരിച്ചു കഴിഞ്ഞപ്പോൾ ദുരാശയസ്യ അഭി, ദുഷ്ടമനസ്സോടു കൂടിയവനാണ് എങ്കിലും, അവിടെ ദുഷ്ടമനസ്സനായിട്ട് ജീവിച്ചു എങ്കിലും എന്നാണ്. അല്ലാണ്ട് ആ സമയത്ത് ദുഷ്ടത ഒട്ടുമില്ല. അവിടെ സദുക്തിയാണ്. എന്താ സദുക്തി? നാരായണനായിട്ടുള്ള തൻ്റെ പുത്രനെ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സദുക്തിയാണ്. അപ്പോൾ ദുരാശയസ്യ എന്നുള്ളത് പണ്ടത്തെ വെച്ചാലോ ഈ വേശ്യയെ കണ്ടുമുട്ടിയതിന് ശേഷമുള്ള കവരല്, ഹിംസ, ചൂതുകളി, മദ്യപാനം, ഇങ്ങനെയുണ്ടല്ലോ. ആ ചെയ്ത കാര്യങ്ങളാണ് ദുരാശയം. ആ ദുരാശയം ഇവിടെ ഇല്ല. ഇവിടെ എന്താ സംഭവിച്ചത്? മകനെ വിളിച്ചതാണ്. മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അവിടെ സത് ആശയാണ് ഉള്ളത്. ദുരാശയസ്യ അഭി, ദുരാശയം ആയിരുന്നു ഈ അജാമിളന്. എങ്കിലും പുരഹ, മുമ്പില് പീതപട, മഞ്ഞ വസ്ത്രധാരികളായിട്ടുള്ള മനോരമാഹ, മനസ്സിനെ രമിപ്പിക്കുന്നവരായിട്ടുള്ള, സന്തോഷിപ്പിക്കുന്നവരായിട്ടുള്ള, ചതുർഭുജാഹ, 4 കൈകളോട് കൂടിയിട്ടുള്ള ചതുർബാഹു രൂപികളായിട്ട്, ഭവദീയ പാർഷദാഹ, ഭഗവാൻമാർ തന്നെയായിട്ടുള്ള ഈ പാർഷദന്മാര്, ഭഗവാൻ തന്നെയായിട്ടുള്ള 4 പാർഷദന്മാര് അഭിപേതു, നേരിട്ട് മുമ്പില് വന്നെത്തി. ദുരാശയസ്യാപി തദാത്വനിർഗതത്വദീയ നാമാക്ഷരമാത്രവൈഭവാത് പുരോഭിപേതുർഭവദീയ പാർഷദാശ്ചതുർഭുജാ പീതപടാ മനോരമാ. ദുരാശയസ്യ അപി തദാത്വനിർഗതത്വദീയ നാമ അക്ഷരമാത്രവൈഭവാത് പുരഃ അഭിപേതുഃ ഭവദീയ പാർഷദാഃ ചതുർഭുജാഃ പീതപടാഃ മനോരമാഃ. ഇത് പദച്ഛേദം. അന്വയം തദാ ത്വനിർഗതത്വദീയ നാമാക്ഷരമാത്രവൈഭവാത് ദുരാശയസ്യ അഭി പുരഃ പീതപടാ മനോരമാഃ ചതുർഭുജാഃ ഭവദീയ പാർഷദാഃ അഭിപേതു. ഇവിടെ ദുരാശയസ്യ അഭി എന്നുള്ളത് അന്വയം ചെയ്യുമ്പോൾ, അതിനെ അർത്ഥം കണക്കാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അപ്പോഴത്തെ ദുരാശയമല്ല, അപ്പോൾ സതു ആശയമാണ്. ജീവിച്ചിരുന്ന കാലത്ത് വേശ്യാസംഘം മുതലുള്ള ആ കക്കല്, കവരല്, ബ്രഹ്മഹത്യാപാപങ്ങൾ കുറേ ചെയ്തു. ദ്യൂതം, പാനം, ശ്രീയസൂന, പിന്നെ ഈ അന്യരുടെ മുതലിനെ കക്കലും കവരലും ഒക്കെ ചെയ്തു. പഞ്ചക്ലേശങ്ങൾ, പഞ്ചദോഷങ്ങൾ, പിന്നെയോ ഈ 2 വ്യസനങ്ങളും ഉണ്ടാക്കി. അതാണ് ഇപ്പോൾ വളരെ മോശമായി. ആ ദുരാശയാണ്. പക്ഷെ അദ്ദേഹത്തിനും എന്ത് കിട്ടി? ഈ വിഷ്ണു പാർഷദന്മാർ 4 പേര് അവിടെ മുമ്പിൽ പ്രത്യക്ഷമായി. ഭഗവാന്റെ നാമത്തെ ഉച്ചരിച്ചത് കൊണ്ട്, നാമത്തിൽ എത്ര അക്ഷരമുണ്ടോ അത്രയും പാർഷദന്മാർ അവിടെ മുമ്പിൽ വന്നു എന്നാണ്. ദുരാശയസ്യാപി തദാ ത്വനിർഗതത്വദീയ നാമ അക്ഷരമാത്രവൈഭവാത് പുരോഭിപേതുർഭവദീയ പാർഷദാഃ ചതുർഭുജാഃ പീതപടാഃ മനോരമാഃ. ഇനി 5ാമത്തെ ശ്ലോകം. അമുഞ്ച സംപാശ്യ വികർഷതോ ഭടാൻ വിമുഞ്ചതേത്യാരുരുധു ബലാദമി നിവാരിതാസ്തേ ച ഭവജ്ജനൈസ്തദാ തദീയ പാപം നിഖിലം ന്യവേദയൻ. അമുംച, ഈ അജാമിളനെയും, അമുംച അയാളെയും എന്ന് സാരം.
സംപാശ്യ പാശം കൊണ്ട് കെട്ടിയിട്ട്. സംപശ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട്. സംപാശ്യ എന്ന് പറയുമ്പോൾ പാശം എന്ന് പറഞ്ഞാൽ കയറ്. പാശം കൊണ്ട് അങ്ങോട്ട് കെട്ടിയിട്ടു. പാശ്യ എന്ന് പറയുമ്പോൾ കെട്ടിയിട്ട് എന്നുകൂടെ, കയറ് കൊണ്ട് കെട്ടിയിട്ട് എന്നർത്ഥമായി. സംപാശ്യ നന്നായിട്ട് തന്നെ കെട്ടി. ആര്? ഈ യമകിങ്കരന്മാര്. വികർഷതഃ അതിങ്ങനെ കെട്ടി വലിക്കുക. ഭടാൻ ആ യമകിങ്കരന്മാരായിട്ടുള്ള യമഭടന്മാരെ വിമുഞ്ചത അവരെ വിളിച്ചു പറഞ്ഞു, വിട്ടാലും. ഇതി ഇങ്ങനെ പറഞ്ഞപ്പോൾ ആമി ഈ വിഷ്ണുപാർഷദന്മാര് ബലാത്കാരേണ തന്നെ ആരുരുധു അതിനെ തടഞ്ഞു. ഈ കയറ് കൊണ്ട് കെട്ടി വലിക്കുന്നതിനെ തടഞ്ഞു. തഥാ തേച്ച ആ സമയത്ത് അവരാവട്ടെ ഭവജനൈഹി അങ്ങയുടെ ജനങ്ങളാൽ, ഈ പാർഷദന്മാരാൽ, നിവാരിതാഹ തടയപ്പെട്ടവരായിട്ട്, നിഖിലം തദീയ പാപം ന്യവേദയൻ ഇങ്ങനെ എന്തുകൊണ്ട് ഞങ്ങളെ തടുത്തു എന്നത്, നിഖിലം മുഴുവനും, തദീയ പാപം ആ അജാമിളന്റെ മുഴുവൻ പാപങ്ങളും, ന്യവേദയൻ യമഭടന്മാര് ഈ പാർഷദന്മാരോട് പറഞ്ഞു. ഈ അജാമിളൻ വളരെ മഹാപാപിയാണല്ലോ, പിന്നെന്തിനാ നിങ്ങൾ ഞങ്ങളെ തടുക്കണത്? ഞങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾക്ക് ചെയ്യണ്ടേ? നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിച്ചു എന്നുള്ളതാണ് കഥ. അമുഞ്ച സംഭാഷ്യ വികർഷതോ ഭടാൻ വിമുഞ്ചതേത്യാരുരുധുർബലാദമി നിവാരിതാസ്തേ ച ഭവജ്ജനൈസ്തദാ തദീയ പാപം നിഖിലം ന്യവേദയൻ. അന്വയം അമും ച സംഭാഷ്യ വികർഷത ഭടാൻ വിമുഞ്ചത ഇതി ആമീ ബലാദ് ആരുരുധു തദാ തേ ച ഭവജ്ജനൈ നിവാരിത നിഖിലം തദീയ പാപം ന്യവേദയൻ. ഇനി പദച്ഛേദം അമുഞ്ച അമും ച അമുഞ്ച സംഭാഷ്യ വികർഷതോ ഭടാൻ വിമുഞ്ചത ഇതി. വിമുഞ്ചത ഇതി അവിടെ ആ ഇ എന്നുള്ളത് ഏ എന്ന് ദീർഘായി. വിമുഞ്ചത ഇതി എന്നാണ് വെച്ചാൽ വിമുഞ്ചതേ എന്നേ വരുള്ളൂ, ദീർഘം വരില്ല. വിമുഞ്ചത ഇതി അപ്പോൾ ഏ എന്ന് വന്നു. വിമുഞ്ചത ഇതി വിമുഞ്ചതേത്യാരുരുധു ഇതി ആരുരുധു. ഇതി ഈ ആ എന്ന് വന്നപ്പോൾ യാകാരം വന്നു, അതാണ് വിമുഞ്ചതേത്യാരുരുധു. ബലാദ് അമീ, ബലാദ് അമീ നേളു, ബലാദ് അമീ നിവാരിതാഹ തേ സകാരം പോയി, വിസർഗായി. ച ഭവത് ജനൈഹി തഥാ രണ്ട് ജകാരം വന്നു. ഭവത് ജനൈഹി, ഭവൽ ജനൈഹി എന്ന് പറയാറില്ല, ഭവത് ജനൈഹി. ഭവത് ജനൈഹി അവിടെ ജകാരം ഒഴിവായിട്ട് ത് എന്ന് മാറും. ഭവത് ജനൈഹി തഥാ തദീയ പാപം നിഖിലം ന്യവേദയൻ. അപ്പം ഈ അജാമിളനെയും യമകിങ്കരന്മാർ പാശം കൊണ്ട് കെട്ടിയിട്ട് വലിക്കുന്ന ആ സമയത്ത് യമഭടന്മാരോട് പാർഷദന്മാർ, വിഷ്ണുപാർഷദന്മാർ പറഞ്ഞു, വിടു ഇങ്ങനെയൊന്നും കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു, കെട്ടി വലിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണുപാർഷദന്മാർ ഇങ്ങനെ തടുത്തു കഴിഞ്ഞപ്പോൾ, ബലാത്കാരേണ തടുത്തു കഴിഞ്ഞപ്പോൾ ആ യമഭടന്മാരെ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഞങ്ങളെ തടുത്തത്? ഈ അജാമിളൻ അനവധി പാപം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് അതിൻ്റെ വിധിയെല്ലാം പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണ്ടേ എന്ന്. അമുഞ്ച സംഭാഷ വികർഷതോ ഭടാൻ വിമുഞ്ചതേത്യാരുരുധുർബലാദമീ നിവാരിതാസ്തേ ച ഭവജ്ജനൈസ്തദാ തദീയ പാപം നിഖിലം ന്യവേദയൻ. ഇനി 6ാമത്തെ ശ്ലോകം. ഭവന്തു പാപാനി കഥന്തു നിഷ്കൃതേ കൃതേ വിഭോ ദണ്ഡനമസ്തി പണ്ഡിതാ ന നിഷ്കൃതി കിം വിദിതാ ഭവാദൃശാമിതി പ്രഭോ ത്വൽപുരുഷാബഭാഷിരേ. ഭോ പണ്ഡിതാഹ ഈ യമകിങ്കരന്മാരും പാർഷദന്മാരും തമ്മിലുള്ള സംവാദമാണ്. അല്ലയോ പണ്ഡിതന്മാരെ, യമപാർഷദന്മാരോട് വിഷ്ണുപാർഷദന്മാർ പറയാണ്, പാപാനി പാപങ്ങൾ, ഭവന്തു ഉണ്ടായിക്കോട്ടെ, നിഷ്കൃതേ അതിന് പരിഹാരമായിട്ട്, പ്രായശ്ചിത്തമായിട്ട്, പശ്ചാത്താപമായിട്ട്, കൃതേ അഭി ചെയ്യപ്പെട്ടതിനു ശേഷം, ദണ്ഡനം തു പിന്നെ ശിക്ഷയുണ്ടോ? കഥം അസ്തി അതെങ്ങനെയാണ് ഉണ്ടാവുക? എങ്ങനെയാ ശിക്ഷിക്കുക? ഭവാദൃശാം നിങ്ങളെപ്പോലെയുള്ളവർക്ക്, നിഷ്കൃതി ഈ പ്രായശ്ചിത്തം, പരിഹാരം, പശ്ചാത്താപം, കിം ന വിദിത അത് നിങ്ങൾക്കറിയില്ലേ? ഹേ പ്രഭോ, അല്ലയോ, അത് വിഷ്ണുപാർഷദന്മാർ പറയുകയാണ് കേട്ടോ.
ഇങ്ങനെ നിങ്ങൾക്ക് ഈ അജാമിളനെ കൊണ്ടുപോകാൻ നിവർത്തില്ല. കാരണം പശ്ചാത്താപത്തോട് കൂടിയിട്ട് പ്രായശ്ചിത്തം ചെയ്തിരിക്കുന്നു. അപ്പോൾ പശ്ചാത്താപത്തിനാണ് പ്രാധാന്യം. പ്രായശ്ചിത്തം എന്നുള്ളത് രണ്ടാമത്തെയാണ്. പ്രായശ്ചിത്തം എന്നുള്ളതാണ് പരിഹാരം. അപ്പോൾ പരിഹാരാദികൾ ചെയ്തിരിക്കുന്നു. ഹേ പ്രഭോ, ഭഗവാനോട് മേൽപ്പത്തൂർ പറയാണ്, ഇതി ത്വൽപുരുഷാഭിഭാഷിരെ, ഇങ്ങനെ വിഷ്ണു പാർഷദന്മാർ, അങ്ങയുടെ പാർഷദന്മാർ ഈ അജാമിളനോട് പറഞ്ഞു. ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ കൃതേ അഭി ഭോ ദണ്ഡനം അസ്തി പണ്ഡിതാഃ ന നിഷ്കൃതി കിം വിദിത ഭവാദൃശാം ഇതി പ്രഭോ ത്വൽപുരുഷാഭിഭാഷിരേ. ഭോ പണ്ഡിതാഃ പാപാനി ഭവന്തു നിഷ്കൃതേ കൃതേ അഭി ദണ്ഡനം തു കഥമസ്തി ഭവാദൃശാം നിഷ്കൃതി കിം ന വിദിത. ഹേ പ്രഭോ, ഇതി ത്വൽപുരുഷാഃ ബഭാഷിരേ. ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ കൃതേ വിഭോ ദണ്ഡനമസ്തി പണ്ഡിതാ ന നിഷ്കൃതി കിം വിദിത ഭവാദൃശാമിതി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ. ഏഴാമത്തെ ശ്ലോകം. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാ വ്രതാദയാ പുനന്തി പാപം ന ലുനന്തി വാസനാം അനന്തസേവാ തു നികൃന്തതി ദ്വയീം ഇതി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ. ശ്രുതി സ്മൃതിഭ്യാം. ശ്രുതി എന്നുള്ളത് വേദം, സ്മൃതി എന്നുള്ളത് മനുസ്മൃതി തൊട്ടുള്ള 18 സ്മൃതികളെ സാധാരണ നമ്മൾ പറയാറുണ്ട്. വേദങ്ങൾ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സ്മൃതി എന്നുള്ളത് വീക്ഷണമാണ്. ഓരോ വ്യക്തികളും അവരവർ കണ്ടതായിട്ടുള്ള വേദത്തിൻ്റെ അർത്ഥസാര ഗൂഢമർമ്മ ലക്ഷ്യങ്ങളെ പറയുന്നതാണ് ഈ സ്മൃതി. അതിന് വ്യത്യാസം വരാം. മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, വ്യാസസ്മൃതി, മഹാമുനിമാരുടെ അനവധി സ്മൃതികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ സ്മൃതികൾ ശ്രുതിസ്മൃതിഭ്യാം, ശ്രുതിയിലോ സ്മൃതിയിലോ വിഹിതാഹ വിധിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള വ്രതാദയ, വ്രതം തുടങ്ങിയവ പാപത്തെ പുനന്തി ശുദ്ധീകരിക്കുന്നു, പാപം ഇല്ലാണ്ടാക്കുന്നു. പാപവാസനാം, പക്ഷേ പാപവാസനയെ ലുനന്തി മുറിച്ചു മാറ്റുന്നില്ല. വ്രതം, ഹോമം, ജപം തുടങ്ങിയിട്ടുള്ള നാമജപം ഇല്ല കേട്ടോ. നാമജപത്തിന് വാസന ഇല്ലാണ്ടേക്കും. ബാക്കിയുള്ളതൊക്കെ പരിഹാര കർമ്മങ്ങളൊക്കെ അവനവൻ ചെയ്യണതും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നതും പാപത്തെ ഇല്ലാണ്ടാക്കും, പാപവാസന ഇല്ലാണ്ടാക്കില്ല. പക്ഷെ നാമം ജപം അങ്ങനെയല്ല. നാമം ജപം പാപവാസനാം അപിലുനന്തി. മറ്റുള്ള പാപത്തിന് വേണ്ട പരിഹാര കർമ്മങ്ങളെ ചെയ്യുന്നത് മുഴുവൻ പാപവാസനാം ന ലുനന്തി, പാപം ലുനന്തി. പക്ഷേ നാമജപം തൊട്ടുള്ള ഈ ഭഗവത് അർപ്പിതമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് കർമ്മയോഗം ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും? പാപവാസന പോലും ഇല്ലാണ്ടാക്കും. നാമജപത്തിനാണ് ഏറ്റവും പ്രധാനം. നാമവും ദാനവും എന്നാണ് പറയാറ്. ഏതായാലും ഈ നാമജപം കൊണ്ട് പാപവാസന പോലും ഇല്ലാണ്ടാവും. ദ്വയീം നികൃന്തതി, രണ്ടിനെയും ഛേദിച്ച് കളയുന്നു. പാപത്തെ ഇല്ലാണ്ടാക്കണു, പാപവാസന ഇല്ലാണ്ടാക്കണു. ഹേ പ്രഭോ ത്വൽപുരുഷാഹ ഇതി ബഭാഷിരേ. അല്ലയോ ഗുരുവായൂരപ്പ, ശ്രീകൃഷ്ണനോട് മേൽപ്പത്തൂര് ഗുരുവായൂർ അമ്പലത്തിൽ നിന്നിട്ട് ശീലാകത്തിരിക്കുന്ന കൃഷ്ണനോട് പറയാണ്, ശ്രുതിയിലും സ്മൃതിയിലും പറയപ്പെട്ടതായിട്ടുള്ള ഈ വ്രതം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പാപത്തെ നശിപ്പിക്കും, പക്ഷേ പാപവാസനയെ നശിപ്പിക്കില്ല. പക്ഷേ നാമം ജപം അങ്ങനെയാവട്ടെ, ഭഗവാനെ സദാസമയത്തും സേവിക്കുക എന്ന നാമദാനാദികളെ കൊണ്ട് പാപവും പാപവാസനയും ഇല്ലാണ്ടാക്കാൻ സാധിക്കും എന്ന് മേൽപ്പത്തൂര് ഭഗവാനോട് പറഞ്ഞു. അവർ ഇപ്രകാരത്തിൽ പറഞ്ഞു. ആര് പറഞ്ഞു? വിഷ്ണു പാർഷദന്മാര് യമഭട്ടന്മാരോട് പറഞ്ഞു എന്ന് മേൽപ്പത്തൂര് ഭഗവാനോട് പറഞ്ഞു, ശ്രീകൃഷ്ണനോട് പറഞ്ഞു. ശ്രുതി സ്മൃതിഭ്യാം വിഹിത വ്രതാദയ പുനന്തി പാപം ന ലുനന്തി വാസനാം അനന്തസേവ തു നികൃന്തതി ദ്വയീം ഇതി പ്രഭോ ത്വൽപുരുഷ ബഭാഷിരേ. അന്വയം. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാഹ വ്രതാദയ പാപം പുനന്തി വാസനാം ന ലുനന്തി അനന്തസേവാ തു ദ്വയീം നികൃന്തതി. ഹേ പ്രഭോ ത്വൽപുരുഷാഹ ഇതി ബഭാഷിരേ. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാ വ്രതാദയ പുനന്തി പാപം ന ലുനന്തി വാസനാം അനന്തസേവാ തു നികൃന്തതി ദ്വയീം ഇതി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ. ഈ 8ാമത്തെ ശ്ലോകം. അനേന ഭോ ജന്മസഹസ്രകോടിഭികൃതേഷു പാപേഷ്വപി നിഷ്കൃതി കൃത യദഗ്രഹീർനാമ ഭയാകുലോ ഹരേരിതി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ. വിഷ്ണുപാർഷദന്മാർ ഈ യമഭടന്മാരോട് പറഞ്ഞു, ഭോ ഭയാകുലഃ,
അല്ലയോ യമദൂതന്മാരെ, ഭയപരവശനായിട്ടുള്ള ഹരേഹേ നാമ അഗ്രഹീത് യഹ അജാമിള, ഹരിയുടെ നാമത്തെ ഗ്രഹിച്ചതായിട്ടുള്ള യാതൊരു അജാമിളനാണോ, യത് അനേന, ഇത് കാരണം, ഇവനാൽ ജന്മസഹസ്രകോടിഭി, ഈ നാമജപം കൊണ്ട്, നാരായണ എന്ന നാമജപം കൊണ്ട് അനേകായിരം ജന്മങ്ങളുടെ എല്ലാ പാപങ്ങളെയും കൃതേഷു പാപേഷു അഭി നിഷ്കൃതി, എല്ലാ പാപങ്ങളെയും, ഈ 1000 ജന്മങ്ങളെ കൊണ്ട് ചെയ്തതായിട്ട് സകല പാപങ്ങളും പ്രായശ്ചിത്തം ചെയ്ത് പശ്ചാത്താപം പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഹേ പ്രഭോ ഇതി ത്വൽപുരുഷാഹ ബഭാഷിരേ, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പാർഷദന്മാര് ഈ യമഭടന്മാരോട് ഇപ്രകാരത്തിൽ പറഞ്ഞു. അനേന ഭോ ജന്മസഹസ്രകോടിഭി കൃതേഷു പാപേഷ്വഭി നിഷ്കൃതി കൃത യദഗ്രഹീന്നാമ പരഭയാകുലോ ഹരേരിതി പ്രഭോ ത്വൽപുരുഷാഭാഷിരേ. അനേന ഭോ ജന്മസഹസ്രകോടിഭി കൃതേഷു പാപേഷു അഭി നിഷ്കൃതി കൃത യത് അഗ്രഹീത് നാമ ഭയാകുലഃ ഹരേഃ ഇതി പ്രഭോ ത്വൽപുരുഷ ബഭാഷിരേ. അന്വയം: ഭോ ഭയാകുലഃ ഹരേഃ നാമ അഗ്രഹീത് യത് അനേന ജന്മസഹസ്രകോടിഭിः കൃതേഷു പാപേഷു അപി നിഷ്കൃതിഃ കൃത ഹേ പ്രഭോ ഇതി ത്വൽപുരുഷ ബഭാഷിരേ. ത്വൽപുരുഷാഃ ബഭാഷിരേ. അല്ലയോ യമദൂതന്മാരെ, ഇത്രയും പേടിച്ചുകൊണ്ട് ഈ ഭഗവാന്റെ നാമത്തെ വിളിച്ചതായിട്ടുള്ള ഈ അജാമിളന്റെ ഇതുവരെ ഉണ്ടായിരുന്ന പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള പാപങ്ങളെ ഈ നാമത്തെ ജപിക്കുക കൊണ്ട് അനേകായിരം ജന്മങ്ങളിലുള്ള പാപങ്ങളെ ചെയ്തത് മുഴുവൻ പ്രായശ്ചിത്തമായി കഴിഞ്ഞു, പരിഹാരം ചെയ്തു കഴിഞ്ഞു. പശ്ചാത്താപത്തോടു കൂടിയിട്ടാണ് നാമം ജപിച്ചിരിക്കുന്നത്. പക്ഷെ ആണോ അല്ലേ എന്നത് നമുക്ക് വിഷയമല്ല. ആണ്. അല്ലയോ സർവശക്തനായിട്ടുള്ള ഭഗവാനെ, ഇങ്ങനെ വിഷ്ണു പാർഷദന്മാര് ഈ യമകിങ്കരന്മാരോട് പറഞ്ഞു. അനേന ഭോ ജന്മസഹസ്രകോടിഭി കൃതേഷു പാപേഷ്വപി നിഷ്കൃതി കൃത യദഗ്രഹീത് നാമ ഭയാകുലോ ഹരേഃ ഇതി പ്രഭോ ത്വൽപുരുഷാഭാഷിരേ. ഇനി 9ാമത്തെ ശ്ലോകം. നൃണാം അബുദ്ധ്യാഭിമുകുന്ദകീർത്തനം ദഹത്യഖൗഖാൻ മഹിമാസ്യ താദൃശ യഥാഗ്നിരേധാംസി യഥൗഷധം ഗദാനിതി പ്രഭോ ത്വൽപുരുഷാഭാഷിരേ. ബുദ്ധി ഇല്ലാതെ കണ്ട് തന്നെ മുകുന്ദകീർത്തനം, ഭഗവാന്റെ നാമകീർത്തനാദികളെ, നൃണാം മനുഷ്യരുടെ, അഖൗഖാൻ ഈ മനുഷ്യരുടെ പാപസമൂഹത്തെ മുഴുവൻ ദഹിപ്പിച്ച് കളയണം. അറിയാതെ കണ്ട് ഭഗവാന്റെ നാമമോ കീർത്തനമോ കേട്ടാൽ മതി, പറഞ്ഞാൽ മതി, ജപിച്ചാൽ മതി, ആ പാപങ്ങളെ മുഴുവൻ ഇല്ലാണ്ടേക്കും. അസ്യ മഹിമ, ഈ നാമകീർത്തനത്തിന്റെ മഹിമ താദൃശഃ അപ്രകാരമുള്ളതാണ്. എപ്രകാരം? അഗ്നിഹി ഏതാംസി, തീയ് വിറകിനെ യഥാ എപ്രകാരത്തിലാണോ മുഴുവൻ തീർക്കുന്നത്, നശിപ്പിക്കുന്നത്, അതേപോലെ ഔഷധം ഗതാൻ, ഔഷധം കൊടുത്തു കഴിഞ്ഞാൽ രോഗങ്ങളെ എങ്ങനെയാണോ മുഴുവൻ ഇല്ലാണ്ടാക്കുന്നത്, അതേപോലെ ഹേ പ്രഭോ ഇതി ത്വൽപുരുഷ ബഭാഷിരേ. ഇങ്ങനെ വിഷ്ണു പാർഷദന്മാരെ യമകിങ്കരന്മാരോട് പറഞ്ഞു ഭഗവാനെ ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞു. നൃണാം അബുദ്ധ്യാഭിമുകുന്ദകീർത്തനം ദഹത്യഖൗഖാൻ മഹിമാസ്യ താദൃശ യഥാഗ്നിരേധാംസി യഥൗഷധം ഗദാനിതി പ്രഭോ ത്വൽപുരുഷാഭാഷിരേ. നൃണാം അബുദ്ധ്യാ അപി മുകുന്ദകീർത്തനം ദഹതി അഖൗഖാൻ മഹിമ അസ്യ താദൃശഃ യഥാ അഗ്നിഃ ഏധാംസി യഥാ ഔഷധം ഗദാൻ ഇതി പ്രഭോ ത്വൽപുരുഷാഭാഷിരേ. അന്വയം: അബുദ്ധ്യാപി മുകുന്ദകീർത്തനം നൃണാം അഖൗഖാൻ ദഹതി അസ്യ മഹിമ താദൃശഃ അഗ്നിഃ ഏതാംസി യഥാ ഔഷധം ഗദാൻ യഥാ ഹേ പ്രഭോ ഇതി ത്വൽപുരുഷ ബഭാഷിരേ. ഈ മനുഷ്യരുടെ പാപസമൂഹത്തെ മുഴുവൻ ദഹിപ്പിച്ച് കളയും. എങ്ങനെയായാലും ദഹിപ്പിച്ച് കളയാം. ബുദ്ധിയോട് കൂടാതെയുള്ള ഭഗവാന്റെ നാമകീർത്തന ദാനാദികള് ചെയ്താൽ മതി. ആ പ്രവൃത്തി, നാമം ജപിക്കുക, ദാനം ചെയ്യുക, ഭഗവാന്റെ കീർത്തനത്തെ പാടുക, ഇത് ചെയ്തു കഴിഞ്ഞാൽ അത്രയും മഹാത്മ്യമുണ്ട്. അത് എങ്ങനെയാണോ വിറകിനെ തീ നശിപ്പിക്കുന്നത്, രോഗങ്ങളെ മരുന്ന് ഇല്ലാണ്ടാക്കുന്നത്,
അതേപോലെ എന്ന് യമകിങ്കരന്മാരോട് ഭഗവത് പാർഷവന്മാർ പറഞ്ഞു എന്ന് ഭഗവാനോട് മേൽപ്പത്തൂർ പറഞ്ഞു. നൃണാമബുദ്ധ്യാവിമുകുന്ദ കീർത്തനം ദഹത്യഖൗഖാൻ മഹിമാസ്യ താദൃശ യഥാഗ്നിരേഥാംസി യഥൗഷധം ഗദാനിധി പ്രഭോ തുൽപുരുഷാവഭാഷിരേ. ഇനി 10ാമത്തെ ശ്ലോകം. ഇതീരിതൈര്യാമ്യഭടൈരപാശ്രിതേ ഭവൽഭടാനാഞ്ജഗണേ തിരോഹിതേ ഭവൽസ്മൃതിം കഞ്ചന കാലമാചരൻ ഭവൽപദം പ്രാപി ഭവൽഭടൈരസൗ. ഇതി ഈരിതൈഹി, ഇങ്ങനെ നന്നായിട്ട് പറയപ്പെട്ടതായിട്ടുള്ള യാമ്യഭടൈഹി, ഈ പറഞ്ഞത് വിഷ്ണുപാർഷദന്മാർ, കേട്ടത് യമഭടന്മാർ. അപ്പം ആ യമഭടന്മാരാൽ അപാസതേ, അവരെന്ത് ചെയ്തു? ഈ അജാമിളനെ കൊണ്ടുപോവാ എന്ന കാര്യത്തിൽ നിന്നും പിന്മാറി. ഭവൽഭടാനാം, അങ്ങയുടെ പാർഷദന്മാരായിട്ടുള്ള വിഷ്ണു പാർഷദന്മാര് ഗണേ, ആ സമൂഹവും തിരോഹിതേച്ച, അവരും മറഞ്ഞു. യമഭടന്മാർ പോയി, പിന്നീട് വിഷ്ണുപാർഷദന്മാർ പോയി. അസൗ കഞ്ചനകാലം, അതിനുശേഷം അജാമിളൻ കുറച്ചു കാലം ബദരികാശ്രമത്തില് ഭവൽസ്മൃതിയും അചരൻ, അങ്ങയെ സ്മരിച്ചുകൊണ്ട് തന്നെ ഭക്തനായിക്കൊണ്ട് നാരായണനാമം ജപിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഭവൽഭടൈഹി ഭവൽപദം പ്രാപി, എന്നിട്ടോ അങ്ങയുടെ ഭടന്മാരാൽ വീണ്ടും ഇവിടെ പാർഷദന്മാർ വന്ന് ഈ അജാമിളനെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇതീരിതൈര്യാമ്യഭടൈരപാശ്രിതേ ഭവൽഭടാനാഞ്ജഗണേ തിരോഹിതേ ഭവൽസ്മൃതിം കഞ്ചന കാലമാചരൻ ഭവൽപദം പ്രാപി ഭവൽഭടൈരസൗ. ഇതി ഈരിതൈഹി യാമ്യഭടൈഹി അപാശ്രിതേ ഭവദ്ഭടാനാൻ ച ഗണേ തിരോഹിതേ ഭവൽസ്മൃതിം കഞ്ചന കാലം ആചരൻ ഭവൽപദം പ്രാപി ഭവദ്ഭടൈഹി അസൗ. അന്വയം. ഇതി ഈരിതൈഹി യാമ്യഭടൈഹി അപാശ്രിതേ ഭവൽഭടാനാം ഗണേ തിരോഹിതേ ച അസൗ അജാമിളഃ അപി കഞ്ചന കാലം ഭവൽസ്മൃതിം ആചരൻ ഭവൽഭടൈഹി അജാമിളം ഭവൽപദം പ്രാപി. ഇങ്ങനെ പറയപ്പെട്ടതായിട്ടുള്ള ഈ വിഷ്ണുപാർഷദന്മാരാൽ പറയപ്പെട്ടതായിട്ടുള്ള വാക്കുകളെ കേട്ട യമഭടന്മാര് അജാമിളനെ കൊണ്ടുപോകുക എന്ന പ്രവൃത്തിയിൽ നിന്നും പിന്മാറി. അതിനുശേഷം ഭഗവാന്റെ പാർഷദന്മാര് വൈകുണ്ഠത്തിലേക്ക് പോയി. അതിനുശേഷം അജാമിളൻ ബദരികാശ്രമത്തിൽ ഗംഗാതീരത്ത് എത്തി കുറച്ചു കാലം ഭഗവാനെ സ്മരിച്ചു, നാമം ജപിച്ചു. ഉപാസനാദി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട്, ആഹാരവർജ്യമൊക്കെ ചെയ്തുകൊണ്ട് നാമം ജപിച്ച് ഗംഗയിൽ കുളിച്ച് ഭവൽസ്മൃതി, വേറൊന്നും ഉണ്ടായിട്ടില്ല. പാപം തീർന്നു കഴിഞ്ഞു. ആ സമയത്ത് ഈ വൈകുണ്ഠത്തിൽ നിന്ന് വിഷ്ണു പാർഷദന്മാർ വന്നു വീണ്ടും ഈ അജാമിളനെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇതീരിതൈര്യാമ്യഭടൈരപാശ്രിതേ ഭവൽഭടാനാഞ്ച ഗണേ തിരോഹിതേ ഭവൽസ്മൃതിം കഞ്ചന കാലമാചരൻ ഭവൽപദം പ്രാപി ഭവൽഭടൈരസൗ. ഇനി ഒരു ശ്ലോകം കൂടി, 11ാമത്തെ ശ്ലോകം. സ്വകിങ്കരാവേദനശങ്കിതോ യമസ്ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാമിതി സ്വകീയഭൃത്യാന ശിശിക്ഷതുച്ചകൈഃ സദേവ വാതാലയനാഥ പാഹി മാം. അങ്ങനെയുള്ള ഭഗവാനെ എന്നെ രക്ഷിക്കണേ, പ്രാർത്ഥിക്കാണ് ഈ മേൽപ്പത്തൂര്. അന്വയം. യതഃ സ്വകിങ്കര ആവേദന ശങ്കിതഃ ത്വത് അംഘ്രി ഭക്തേഷു ന ഗമ്യതാം ഇതി സ്വകീയ ഭൃത്യാൻ ഉച്ചകൈഃ ആശിശിക്ഷത് ഹേ വാതാലയനാഥ ദേവ സഹാത്വം മാം പാഹി. യമഃ യമൻ സ്വകിങ്കര ആവേദന ശങ്കിതഃ, യമന്റെ കിങ്കരന്മാര് ഇപ്രകാരത്തിലെ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ യമധർമ്മ രാജാവ് കുറച്ചൊരു പേടിച്ചുകൊണ്ട് ശങ്കിച്ചുകൊണ്ട് ത്വത് അംഘ്രിഭക്തേഷു, അങ്ങയുടെ പാദങ്ങളിൽ ഭക്തിയുള്ള ഒരു ജീവനുകളെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരരുത്, അങ്ങോട്ട് പോകരുത്. ന ഗമ്യതാം, അവരുടെ അടുത്തേക്ക് ചെല്ലരുത് കേട്ടോ. ഇതി സ്വകീയ ഭൃത്യാൻ, തൻ്റെ ഭടന്മാരായിട്ടുള്ള യമകിങ്കരന്മാരോട് ഉച്ചകൈഹി, ഉറക്കെ എന്നുള്ള അർത്ഥത്തിലല്ല, അത് ഉറപ്പിച്ച് പറഞ്ഞു എന്നാണ്. ഭഗവാന്റെ ഭക്തന്മാരുടെ അടുത്തേക്ക് ഇനി ഞാൻ പറഞ്ഞാലും നിങ്ങൾ അവരെ കൊണ്ടുവരാനായിട്ട്, മരിക്കുന്ന സമയത്ത് അവരെ കൊണ്ടുവരാനായിട്ട് ഇങ്ങോട്ട് വരരുത്.
നാമം ജപിക്കുകയെ ഭഗവാൻ സ്മൃതിയോട് കൂടിയിട്ട് കഴിയുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ അടുത്തേക്ക് നിങ്ങൾ പോകണ്ട, ഞാൻ പറഞ്ഞു വെച്ചാലും നിങ്ങൾ പോകണ്ട. ഇങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞു. ഉച്ചകൈഹി അശിശിക്ഷത്, നന്നായിട്ട് പഠിപ്പിച്ചു. എന്നിട്ടോ, ഹേ വാതാലയനാഥ, അല്ലയോ ഗുരുവായൂരപ്പ, സഹ ത്വം മാം പാഹി, അങ്ങനെയുള്ള ഭഗവാനെ ജഗന്നാഥ, ഈ ഗുരുവായൂരപ്പ അങ്ങ് എന്നെ രക്ഷിച്ചാലും. ഇങ്ങനെ പറഞ്ഞു. സ്വകിങ്കര ആവേദന സംഗീതഃ യമഃ ത്വത് അംഘ്രി ഭക്തേഷു ന ഗമ്യതാം ഇതി സ്വകീയ ഭൃത്യാൻ ആശിശിക്ഷത് ഉച്ചകൈഃ സഹ ദേവ വാതാലയനാഥ പാഹി മാം. പദച്ഛേദം. സ്വകിങ്കരാവേദന സംഗീതോ യമഃ ത്വദംഘ്രി ഭക്തേഷു ന ഗമ്യതാമിതി സ്വകീയഭൃത്യാൻ ആശിശിക്ഷതുച്ചകൈഃ സ്വകീയഭൃത്യാൻ ആശിശിക്ഷത് ഉച്ചകൈഃ സഹ ദേവ പാതാലയനാഥ പാഹി മാം. അങ്ങനെയുള്ള ഭഗവാനെ, യമകിങ്കരന്മാരുടെ വാക്കുകൾ കേട്ടപ്പോൾ വളരെയധികം പേടിയോട് കൂടിയിട്ട്, കുറച്ച് ശങ്കയുള്ള മനസ്സോട് കൂടിയിട്ട് യമധർമ്മ രാജാവ് ആ കിങ്കരന്മാരെ ഭഗവാന്റെ ഭക്തിയുള്ള ഭാവത്തിൽ, ആരെങ്കിലും മരിക്കാൻ കിടക്കുമ്പോൾ ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് മരിക്കുകയാണെങ്കിൽ, ഭഗവാന്റെ ഭക്തന്മാരായിട്ട് ജീവിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞാൽ പോലും അവരെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട, അവരുടെ അടുത്തേക്ക് നിങ്ങൾ പോകുക കൂടി വേണ്ട എന്നിപ്രകാരം ഉറപ്പിച്ചങ്ങോട്ട് പഠിപ്പിച്ചു. ഭക്തന്മാരെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അവരുടെ അടുത്തേക്ക് നിങ്ങൾ പോകണ്ട എന്ന യമകിങ്കരന്മാരോട്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എന്നെ രക്ഷിച്ചാലും, എനിക്കും ഇതേപോലെയുള്ള എന്തെങ്കിലും പുണ്യകർമ്മങ്ങളുണ്ടെങ്കിൽ ആ യമകിങ്കരന്മാരെ എൻ്റെ അടുത്തേക്ക് വരാതെ കണ്ട അങ്ങ് കാക്കണേ എന്ന് പ്രാർത്ഥിച്ചു. സ്വകിങ്കരാവേദന ശങ്കിതോ യമസ്ത്വദംഘ്രി ഭക്തേഷു ന ഗമ്യതാമിതി സ്വകീയ ഭൃത്യാൻ ആശിശിക്ഷതുച്ചകൈഃ സദേവ പാതാലയനാഥ പാഹി മാം. ഇങ്ങനെ ആ ദശകത്തെ അവിടെ സമാപിപ്പിക്കുകയാണ്. ഇനി ദക്ഷചരിത്രവും ചിത്രകേതു ഉപാഖ്യാനവും ഒക്കെയാണ് പാരായണം ചെയ്യേണ്ടത്. അത് നമുക്ക് നാളെ പാരായണം ചെയ്യാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ നാരായണീയവും ദേവീഭാഗവതവും കുട്ടികളെ കേൾപ്പിക്കണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. സർവത്ര ശ്രീമദ് ദേവി നാമസങ്കീർത്തനം ശ്രീ മഹാദേവി നമഃ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ.